അപ്പോൾ ഇന്നൊരു കൊക്കോയുടെയാണേ, നമ്മുടെ ചോക്ലേറ്റ് കൊക്കോ അറിയാമല്ലോ. കൊക്കോ ഞങ്ങളുടെ വീട്ടിലെ കൊക്കോ മരത്തിൽ നിറച്ച് കൊക്കയുണ്ടേ. പക്ഷേ ഈ ആലപ്പുഴയിലൊന്നും ഈ കൊക്കോയുടെ ചോക്ലേറ്റ് ഫാക്ടറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെ അണ്ണാനൊക്കെ തിന്നിങ്ങനെ ഉണങ്ങിപ്പോവുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു കുറച്ച് എടുത്ത് ഉണക്കി വെക്കണമെന്ന് കേട്ടോ, കുറച്ച് പൊടിച്ച് വെക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിലിരിക്കുകയാണേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൊക്കോ ഇങ്ങനെ നമുക്ക് കിട്ടണം, ഒരു 5-6 എനിക്ക് കിട്ടണമെന്നും പറഞ്ഞൊരു വലയൊക്കെ ഇട്ട് മൂടി വെച്ചേ. ഒരു രസം കണ്ടോണേ, ഞാൻ വലയിട്ട് കുറേ എണ്ണം മൂടി വെച്ചിരിക്കുക കേട്ടോ, കണ്ടോണേ. അപ്പോൾ മൂടി വെച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഇന്ന് വന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഒരെണ്ണം മൂടി വെച്ചതിൻ്റെ ഇടയിൽ കൂടെ അണ്ണാച്ചാര് തിന്നിരിക്കുന്നുണ്ടോ. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ കിടപ്പുണ്ട്. എത്ര ദിവസത്തേക്ക് ഇതൊന്നും അവർക്ക് പ്രശ്നമൊന്നും അല്ല. ഇതിൻ്റെ ഇടയിൽ കയറി തിന്നിട്ട് പോകും. അതാണ് ഈ അണ്ണാന്മാരുടെ കാര്യമേ. അവർക്കുണ്ടോ ഇതുമല്ലോ. അവരെവിടെയാണെന്ന് വെച്ചാൽ ഉള്ളിടത്ത് കയറി തിന്നിട്ട് പോകും. മേളിലുള്ളതൊന്നും ഞാനങ്ങനെ തൊടാറൊന്നുമില്ല. പക്ഷേ ഇത് ഓർത്തു കുറച്ചെണ്ണം അണ്ണാൻ തിന്നിട്ട് ഇട്ടിരിക്കുന്നുണ്ടോ, അണ്ണാൻ തിന്ന ഇത് കണ്ടോ. പിന്നെ എല്ലാം കണ്ടോ, നിലത്തൊക്കെ നിറച്ച് കിടപ്പുണ്ട്. നോക്കിക്കോ, ഇഷ്ടംപോലെ കൊക്ക ഉണ്ടാകുന്നുണ്ട്, പഴുക്കുന്നുണ്ട്. അതെല്ലാം അവർ വന്ന് സുഖമായിട്ട് അണ്ണന്മാർ വന്ന് തിന്നുന്നുമുണ്ട്. കണ്ടോ. അങ്ങനെ ഇത്തവണത്തെ കൊക്ക ഉണക്കാനുള്ള എൻ്റെ ശ്രമം ഞാൻ ഉണക്കിയിട്ട് പറയാം നിങ്ങളോട് കേട്ടോ, കുറച്ചെങ്കിലും ഉണക്കാൻ പറ്റുമെന്ന്. അണ്ണാന് കയറാൻ പറ്റിയ പാകത്തിലാണ് ഞാൻ ഇത് വല കെട്ടിയിരിക്കുന്നെന്നുള്ളത് വേറൊരു കഷ്ടം. അപ്പോൾ ഈ കൊക്കോയുടെ ഉള്ളിലുള്ള കുരുവിനെ പൊതിഞ്ഞുകൊണ്ടൊരു ഫ്ലഷ് ഉണ്ട്, അത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.